ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ വെറുതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയായിരിക്കും. അതൊന്ന് സ്റ്റോർ ചെയ്ത് ഇടാൻ വേണ്ടി ഒരു സ്റ്റോറേജ് ബാഗ്, ഒരു ഹോം മെയ്ഡ് സ്റ്റോറേജ് ബാഗ് എങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തുണി രണ്ടായിട്ട് മടക്കിയിടുക. എന്നിട്ട് അതിൻ്റെ ലെങ്ത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 21 ഇഞ്ചും വിഡ്ത്തായിട്ട് കിട്ടിയിരിക്കുന്നത് 10.5 ഇഞ്ചുമാണ്. നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. അതിന് ഇതുപോലത്തെ ഒരു വള്ളി തയ്ക്കാനായിട്ട് ഒരു ചെറിയ പീസ് കട്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 10.5 ഇഞ്ച് എന്ന് പറയുന്ന വശത്തിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ചെറിയൊരു ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കുക. ഇതിപ്പോൾ തേരുവശമായതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കുന്നത്, അല്ലെങ്കിൽ 2 ഫോൾഡായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ച്, അതുപോലെ 10.5 ഇഞ്ചുള്ള ഒരു ഇലാസ്റ്റിക്കാണ്. കാരണം രണ്ട് സൈഡും ഉണ്ടല്ലോ 10.5 വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഹാഫ് എടുത്താൽ മതി ഇലാസ്റ്റിക്കായിട്ട്. അതിൻ്റെ രണ്ട് വശത്തും ഇതുപോലെ ഇലാസ്റ്റിക് കയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വൺ സൈഡ് ഫോൾഡ് ചെയ്ത് ഇതുപോലെ അടിച്ചെടുക്കുക. അതിൻ്റെ മറുവശത്ത് ഇതുപോലെ ഒന്ന് ആ കുഞ്ഞി പീസ് നമ്മൾ എടുത്തായിരുന്നല്ലോ, ആ കുഞ്ഞി പീസ് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ബാഗായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ മേളിക്കൂടെ ഇടുക, എന്നിട്ട് താഴെക്കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കവർ ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.